നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. അപ്പോസ്തല പ്രവർത്തികൾ 15-ാം അധ്യായം 35 മുതലുള്ളതായ വാക്യങ്ങൾ. കുറേ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർന്നബാസിനോട്, നാം കർത്താവിൻ്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് പോകുവാൻ ബർന്നബാസ് ഇച്ഛിച്ചു. പൗലോസോ പംഫുല്യയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവർത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു. ബർന്നബാസ് ഇച്ഛിച്ചു, പൗലോസ് നിരൂപിച്ചു. ഒന്നാമത്തെ മിഷണറി യാത്രയിൽ തങ്ങളോടുകൂടെ കടന്നു വന്ന വ്യക്തിയായിരുന്നു ബർന്നബാസിൻ്റെ അനന്തരവനായ മർക്കോസ്. എന്നാൽ യാത്രയിൽ നേരിട്ടതായ ക്ലേശങ്ങൾ നിമിത്തം സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന മർക്കോസിൻ്റെ മാളികമുറി നാം വായിക്കുന്നുണ്ട് തിരുവെഴുത്തിൽ. അതുപോലെ തന്നെ ചെറിയ പ്രായത്തിൽ തൻ്റെ പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ ഹോം സിക്നെസ്സോ അതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിരിക്കാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മിഷണറി സംഘത്തിൽ നിന്ന് അത്യാവശ്യ ഘട്ടത്തിൽ അവർക്ക് സഹായം ചെയ്യേണ്ട അടിയന്തര ഘട്ടത്തിൽ താൻ അവിടുന്ന് ഒളിച്ചോടി, താൻ അവിടുന്ന് പ്രവർത്തിക്ക് വരാതെ മടങ്ങിപ്പോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും AD 50 രണ്ടാമത് മിഷണറി യാത്രയ്ക്കായി ബർന്നബാസും പൗലോസും പോകുവാനായിട്ട് നിരൂപിച്ചു, അവർ ആഗ്രഹിച്ചു. എന്നാൽ ബർന്നബാസ് തങ്ങളോടുകൂടെ മർക്കോസിനെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് താല്പര്യപ്പെട്ടു. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ തെറ്റുകൾ ഏത് വ്യക്തിയുടെയും ജീവിതത്തിലും സംഭവിക്കാം. അത് പൗലോസിൻ്റെ ജീവിതത്തിലായാലും ബർന്നബാസിൻ്റെ ജീവിതത്തിലായാലും ഏതു മനുഷ്യൻ്റെയും ജീവിതത്തിൽ സംഭവിക്കാം. 2-ാം മിഷണറി യാത്രയിൽ മർക്കോസിനെ ഉൾപ്പെടുത്തണമെന്ന് ബർന്നബാസ് ഇച്ഛിച്ചു. 1-ാം മിഷണറി യാത്രാമധ്യേ യാത്ര പൂർത്തിയാക്കാതെ തങ്ങളെ വിട്ട് മടങ്ങിപ്പോയ മർക്കോസിനെ വീണ്ടും യാത്രയിൽ ഉൾപ്പെടുത്തുന്നത് യോഗ്യമല്ല എന്ന് പൗലോസ് നിരൂപിച്ചു എന്നാണ് വായിക്കുന്നത്. ബർന്നബാസിൻ്റെ ഇച്ഛയും പൗലോസിൻ്റെ നിരൂപണവും തമ്മിലുള്ള സംഘടനം ഉഗ്രവാദം യാത്രാസംഘത്തിൻ്റെ പിളർപ്പിനും കാരണമായി. ഉഗ്രവാദം എന്ന വാക്ക് കടുത്ത വിയോജിപ്പ് എന്ന് തർജ്ജമ ചെയ്യാം. പൗലോസ് മർക്കോസിൻ്റെ വീഴ്ചയിലുണ്ടായ ഭൂതകാല അയോഗ്യത കണ്ടപ്പോൾ ബർന്നബാസ് മർക്കോസിൻ്റെ വീഴ്ചയിൽ നിന്ന് മോചനവും ഭാവികാല ഉപയോഗവും കണ്ടു. പൗലോസ് വേലയെ സ്നേഹിച്ചപ്പോൾ ബർന്നബാസ് വേലയും വേലക്കാരനെയും സ്നേഹിക്കുവാനിടയായി. ഇവിടെ പൗലോസ് കാലം മുൻപോട്ട് പോയപ്പോൾ 2 തിമോത്തിയോസ് 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ഈ ഉഗ്രവാദമുണ്ടായതിന് ശേഷം ബർന്നബാസ് മർക്കോസിനെയും കൂട്ടിക്കൊണ്ട് താൻ കുപ്രോസ് ദ്വീപിലേക്ക് പോയി. പിന്നീട് നമ്മൾ ബർന്നബാസിനെക്കുറിച്ച് ആ നിലയിൽ വായിക്കുന്നില്ല. എന്നാൽ ആ കാലഘട്ടത്തിൽ സഹോദരന്മാരുടെ സഭയുടെ പിന്തുണ പൗലോസിനാണ് കിട്ടിയത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. പൗലോസോ ശീലാസിനെ തിരഞ്ഞെടുത്തു. സഹോദരന്മാരാൽ കർത്താവിൻ്റെ കൃപയിൽ ഭരമേൽപ്പിക്കപ്പെട്ടിട്ട് യാത്ര പുറപ്പെട്ടു. അപ്പോൾ അവിടെ സംഭവിക്കരുതാത്തത്, ഉണ്ടാകാൻ പാടില്ലാത്തത് അവിടെ ഉണ്ടായി. സ്നേഹിച്ച് നിന്ന 2 വ്യക്തികൾ തമ്മിൽ അവിടെ പിരിയുകയാണ്. ഈ ആത്മീയ മേഖലകളിൽ ആത്മീയതയുടെ ഉയരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാനെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ശരിയാണോ ഇല്ലയോ എന്ന് ദൈവത്തോട് പരിശോധിക്കണം. ഇവിടെ 2 കൂട്ടരും ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് ഈ വിഷയത്തിൽ അവർ ആരായുന്നത് നമ്മൾ കാണുന്നില്ല. ഏത് വിഷയങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നോട്ടെ, പൊരുത്തപ്പെടുവാൻ കഴിയാത്ത കാര്യങ്ങൾ, സ്നേഹിച്ചു നിന്ന വ്യക്തികളെ തമ്മിൽ അകറ്റുന്ന ആശയങ്ങളും ഒക്കെ കടന്നു വന്നപ്പോൾ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കണമെന്നുള്ളത് ദൈവത്തോട് അവരാലോചന ചോദിച്ചിരുന്നു എങ്കിൽ ആ കറുത്ത പാട് ജീവിതത്തിൽ എന്ത് ചെയ്യത്തില്ല, ഉണ്ടാകുകയില്ലായിരുന്നു. ഇവിടെ ബർന്നബാസും ശൗലും അല്ലെങ്കിൽ പൗലോസും ഉഗ്രവാദം ഉണ്ടായെന്ന സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്തു, സംഭവിച്ചു. പ്രിയപ്പെട്ടവർ, ഞാൻ മുൻപേ ഓർപ്പിച്ചതുപോലെ പത്രോസിൻ്റെ ജീവിതത്തിൽ കുറ്റമുണ്ടായിട്ടുണ്ട്. ഈ പത്രോസിനെ കുറിച്ച് പൗലോസ് തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം അന്ത്യോക്യയിൽ വന്നാറേ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അവനോട് അഭിമുഖമായി എതിർത്തു നിന്നു എന്നാണ് വായിക്കുന്നത്.
അപ്പോൾ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും കടന്നു വരും. കഴിവുള്ളിടത്തോളം നമ്മൾ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കുവാനായിട്ട് ഇടയാകണം. അടുത്ത് ഇടപെടുന്നവർ, ഒരേ സഭയിൽ കൂടുന്നവർ, ആത്മീയ നേതൃത്വം വഹിക്കുന്നവർ ഒക്കെ വളരെ ജീവിതം കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഇടയാകണം. എന്നാൽ പൗലോസിൻ്റെ ഒരു ഗുണം ഞാൻ പറയാം. നമ്മൾ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ കാലം മുൻപോട്ട് പോയപ്പോൾ ബർന്നബാസ് ഈ മർക്കോസുമായി കടന്നു പോവുകയും മർക്കോസിനെ പ്രയോജനമുള്ളവനാക്കി തീർത്തു. രണ്ടാമതൊരവസരം കൂടെ ഈ മർക്കോസിന് കൊടുക്കാൻ പൗലോസ് തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായത്. എന്നാൽ ബർന്നബാസ് പ്രയോജനമില്ലാത്തവനെ പ്രയോജനപ്പെടത്തക്ക നിലയിൽ ആ ശിക്ഷണത്തിലൂടെ നയിച്ചു. പൗലോസ് തെറ്റിതിരുത്തി. എന്താ തെറ്റിതിരുത്തിയത്? 2 തിമോത്തിയോസ് 4:11 അതാണ് ഞാൻ പറഞ്ഞത്. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകിയാൽ. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ എടുത്ത നിലപാടുകൾ വ്യക്തികളെ തമ്മിൽ അകറ്റിയിട്ടുണ്ടെങ്കിൽ കാലം മുൻപോട്ട് പോകുമ്പോൾ കർത്താവ് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ തെറ്റ് തിരുത്താനായിട്ട് തയ്യാറാകണം. തെറ്റ് പറ്റാത്തവരായി ആരുമില്ല. എന്നാൽ ആത്മീയൻ ബോധ്യങ്ങൾ ദൈവം നൽകുമ്പോൾ തെറ്റ് തിരുത്തി അത് അംഗീകരിക്കുവാനായിട്ട് തയ്യാറാകും. വിശേഷിച്ച് അധികാരസ്ഥാനത്ത് നിൽക്കുന്നതായ വ്യക്തികൾ ചിലപ്പോൾ അധികാരം കൈയാളുമ്പോൾ എടുക്കുന്നതായ ചില നിലപാടുകൾ തീഷ്ണത കൊണ്ടും തീവ്രത കൊണ്ടും ഒക്കെ അങ്ങ് എടുക്കും. എന്നാൽ പിന്നത്തേതിൽ അത് തെറ്റായിപ്പോയി എന്ന് ചിന്തിക്കുന്ന പല പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പെന്തക്കോസ്തിൽ ഇങ്ങനെയുള്ള ചില അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് കെ.ഇ. എബ്രഹാം സാറും കെ.സി. ചെറിയാൻ എന്ന് പറയുന്ന ദൈവദാസനും അവർ തമ്മിൽ ഉണ്ടായതായ പ്രശ്നങ്ങൾ. അതുപോലെ ഉള്ള പല കാര്യങ്ങൾ നമുക്കറിയാം. പിരിയരുതാത്തവർ തമ്മിൽ പിരിഞ്ഞതായിട്ടുള്ളതായ കാര്യങ്ങൾ, അത് നന്മയേക്കാൾ ഉപരി തിന്മയ്ക്ക് കാരണമായി തീരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പിഴവുകൾ വരാതെ ദൈവം ചേർത്ത് നിർത്തിയിരിക്കുന്ന വ്യക്തികളുമായി ചേർന്ന് നിന്ന് പോകാൻ ഇത് നമുക്കൊരു മുന്നറിയിപ്പാണ്. നമ്മുടെ നിരൂപണങ്ങളല്ല, ദൈവത്തിൻ്റെ നിരൂപണങ്ങൾ എല്ലാ വിഷയത്തിലും പ്രാപിച്ചെടുക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.